ഓൾ വിസ്പേഴ്സ് എക്കോ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് ഇപ്പോൾ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാശി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇനി ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും വിശദമായിട്ട് നമുക്ക് നോക്കണം. കാരണം ഇതിൽ ജനന സമയം, ദശാബലം എന്നിവയൊക്കെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഏറെക്കുറെയൊക്കെ ആക്യുറേറ്റ് ആയിരിക്കും. പിന്നെ വൃശ്ചിക രാശിക്കാരെക്കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവരത് നേടുന്നത് വരെ വളരെ കഷ്ടപ്പെട്ട് അത് ചെയ്യാൻ നോക്കും. പക്ഷെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അത് കയ്യിൽ കിട്ടിയെന്ന് ഉള്ള അവസ്ഥ എത്തുമ്പോഴത്തേക്ക് അതിനെ കളഞ്ഞിട്ട് പോകുന്നതിനും പുതിയൊരു കാര്യം വീണ്ടും തുടങ്ങി വയ്ക്കുന്നതിനും നിങ്ങൾക്ക് മടിയില്ല. അതായത് നിങ്ങൾക്കൊരു ഒരു കൺസിസ്റ്റൻസി ഇല്ല. അതിങ്ങനെ വീണ്ടും അത് അടുത്തതും തുടങ്ങി ഇതുപോലെ നിങ്ങൾ എത്ര വേണമെങ്കിലും കഷ്ടപ്പെട്ട് അതിൻ്റെ അങ്ങേ അറ്റം വരെ കൊണ്ടെത്തിക്കും. പക്ഷെ അതിനെ പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കില്ല. പലരും നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ വിദ്യാഭ്യാസം പോലും അങ്ങനെയായിരിക്കും. നിങ്ങൾ പഠിച്ച് നല്ല ഇതെല്ലാമായി നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ആ എക്സാം എഴുതിയാൽ നിങ്ങൾ പാസ്സാവും. ചിലർ PSC ആയിരിക്കും, ചിലർ UPSC ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും എന്തായാലും വേണമെങ്കിൽ എക്സാമും ജയിച്ച് ഇൻ്റർവ്യൂവിൻ്റെ സമയമാകുമ്പോൾ ലാസ്റ്റ് ടൈമിലായിരിക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ആ ടൈമിന് അതായത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും നമുക്ക് പോവാൻ പറ്റാത്ത, അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു നക്ഷത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ 3 നക്ഷത്രങ്ങൾ. പിന്നെ പറയുന്നത് ഇമോഷണലെ കുറിച്ച് പറയണ്ട. നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം മതി, ഇമോഷൻസൊക്കെ ഉണ്ടാവും. പിന്നെ കാരണം നിങ്ങൾക്ക് ചെറിയ സങ്കടങ്ങൾ പോലും താങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ മറ്റുള്ളവർ കളിയാക്കും, പിന്നെ ഇതിൽ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്, പിന്നെ എന്താ നിനക്ക് ഇങ്ങനെ എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഭയങ്കര സത്യസന്ധതയാണ്. ഭയങ്കര സത്യസന്ധത എന്ന് വെച്ചാൽ നിങ്ങൾ ആരും ചതിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്താലും അത് നല്ലതായിട്ട് ചെയ്യണമെന്നാണ് അതിൻ്റെ അത്രയും പെർഫെക്റ്റിൽ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് മറ്റൊരാൾക്കൊരു വേദനയോ വിഷമമോ ഉണ്ടാകരുത്. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വിഷമം കിട്ടിക്കോട്ടെ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ എന്നെ തല്ലിയിട്ട് പോകും, എന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾ അങ്ങനെ വിചാരിക്കും. കാരണം വെച്ചാൽ അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാൻ നോക്കാത്ത ഒരാളാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നതോ മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്നതോ മുഴുവൻ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പവർഫുള്ളാണ്. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവർ വിചാരിക്കും ഭയങ്കര അഹങ്കാരിയാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് ശരിക്കും ഇന്നറിൽ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരാൻ എപ്പോഴും നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും തോന്നും, എനിക്ക് മാത്രം എന്താ ഭാഗ്യമില്ലാത്തത്, ബാക്കിയുള്ളവർക്ക് നല്ല ഭാഗ്യമാണല്ലോ, എൻ്റെ കൂടെയുള്ളവരൊക്കെ നല്ല നിലയിലെത്തി, പക്ഷെ ഞാൻ ഇത്രയും പ്രായമായിട്ടും എനിക്കെങ്ങും എത്താൻ പറ്റിയില്ലല്ലോ. അങ്ങനെയൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ഭയങ്കര ഓവർ തിങ്കിങ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നൊരു സമയമാണിത്. അതായത് നിങ്ങളിപ്പം നിങ്ങളൊരു പഴയ ജീവിതത്തിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് മാറുവാണ്. നിങ്ങൾക്ക് പുതിയതായിട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുവാണ്. ചിലരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇവരിങ്ങനെ അല്ലായിരുന്നല്ലോ പണ്ട്, ഇവർക്ക് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർ ലോട്ടറി അടിച്ചതാണ്, ഇത് എന്ത് സംഭവിച്ചതാ. അതിപ്പോലും നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ പറയും ഇത് നിങ്ങളുടെ ഈ നേട്ടം ഒന്ന് പറയാം, അത് അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കൈക്കൂലിയിലൂടെയൊക്കെ ഒപ്പിച്ചതായിരിക്കും. ഇങ്ങനെ പറയാനായിരിക്കും അപ്പോഴും ഇഷ്ടം. അപ്പോഴും നിങ്ങളുടെ കഴിവിനെ സമ്മതിച്ചു തരാൻ വേണ്ടിയിട്ട് ആർക്കും നിങ്ങളെ സമ്മതിച്ച് തരാൻ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് പറ്റാത്ത രീതിയിലൊരു ഉയർച്ചയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെ ഈ വിശാഖ നക്ഷത്രക്കാർക്കാണെങ്കിൽ ഇപ്പം വരാൻ പോകുന്നത് ഒരു കരിയറിലൊരു ഭയങ്കര ഒരു ഗ്രോത്താണ്. കരിയർ എന്ന് പറഞ്ഞാൽ അവർക്ക്
ഒരു എന്തു പറയാൻ, അവർക്ക് ഒരു ഭയങ്കര ഒരു മാറ്റം. അവർക്ക് പോലും തോന്നും ഇത് എനിക്ക് തന്നെയാണോ ഇത് സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ തോന്നുന്ന ഒരു രീതിയിൽ, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ് നിങ്ങളെ കരിയറിലൊരു ഗ്രോത്ത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറേ കാലമായിട്ട് നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോൾ ഒരു ബാങ്ക് ലോണ്, ഒരു വീട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു യാത്രയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ച് യൂറോപ്പിലൊക്കെ പോകണം, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച ആൾക്കാർക്ക് അവിടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കും ഇപ്പോൾ. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി വരുന്ന കാലമാണ്. കാരണം വെച്ചാൽ ഇത്രയും നാൾ നിങ്ങൾ സത്യസന്ധമായിട്ട് ജീവിച്ച ഒരു ഇതുണ്ട്. ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സത്യസന്ധതയുണ്ട്. അതിന് ദൈവം തരുന്ന ഒരു സമ്മാനം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യലി അബണ്ടൻസാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെ ചിലർക്ക് ജോബ് മാറണം, പക്ഷെ മാറിയാൽ എനിക്ക് സ്റ്റേബിലിറ്റി ഉണ്ടാവോ, അങ്ങനെയൊക്കെ കുറേ തിങ്കിങ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് കൊണ്ടുവരാൻ പോവുകയാണ്. പിന്നെ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പുതിയ ക്ലയൻസിനെയൊക്കെ കിട്ടാൻ പോകുന്നുണ്ട്. ആ ക്ലയൻസിലൂടെയാണ് അവർക്ക് ഉയർച്ച വരുന്നത്. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു പെട്ടെന്നുള്ളൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. പിന്നെ ചില ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയൊക്കെ പേരിൽ കുറച്ച് ബന്ധങ്ങളൊക്കെ അകന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ. അവരെല്ലാം തിരിച്ചു വരും നിങ്ങളുടെ ലൈഫിലേക്ക്. പിന്നെ ചില ആൾക്കാർക്ക് പുതിയ ബന്ധങ്ങൾ എന്നുവെച്ചാൽ നിങ്ങളെ അടുത്ത് നിൽക്കണമെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളെപ്പോലെ ഒരു എനർജി, അതായത് നിങ്ങൾ സോളെന്ന് വെച്ചാൽ ഭയങ്കര എനർജിയുള്ള സോളാണ്. ആ സോളിൻ്റെ അടുത്ത് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് വേണം. അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താ ചെയ്യുന്നത്, അവരെ നിങ്ങളെ നിന്ന് പറിച്ച് മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ കപ്പാസിറ്റിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയുമായിട്ട് മേച്ച് ചെയ്യുന്ന ആൾക്കാരെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് ഒന്ന് ഒഴിവാക്കണം. ഓവർ തിങ്കിങ് മാത്രമല്ല, ചെറിയ കാര്യങ്ങൾക്ക് മനപ്രയാസപ്പെടും. അത് ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്കത് മനപ്രയാസമല്ല, നിങ്ങളത് സ്ട്രെസ്സാക്കി മാറ്റുന്നു. അത് ആലോചിച്ച് നിങ്ങൾ അതിനെ സ്ട്രെസ്സാക്കും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ല. നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ ഒരു ആനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. പക്ഷേ നിങ്ങളെ ട്രസ്റ്റ് ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വിചാരിക്കും ഒരു ഉറുമ്പിന് അരിമണി എടുക്കുന്ന കഴിവ് പോലും എനിക്ക് ഇല്ലേ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസക്കുറവുണ്ടാവും. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് അവർക്ക് എപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾ എന്താണെന്ന് ശരിക്കും അവർക്ക് അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കാനുള്ള ഒരു ആവേശം മറ്റുള്ളവർക്ക് കൂടുതലാണ്. കാരണം വെച്ചാൽ അവർക്കറിയാം അവരെക്കാളും എന്തൊക്കെയൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് ഉണ്ടെന്ന്. അത് തന്നെയാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിനും കാരണം. പിന്നെ നിങ്ങൾ ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾക്ക് തലവേദന, ആൻസൈറ്റി ഇങ്ങനെ പോലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളെ നിയന്ത്രിച്ചാലേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ലേ ഈ പേഷ്യൻസ്, നിങ്ങളൊരു ക്ഷമയുണ്ട്, അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ചിലപ്പോൾ എടുത്ത് പിടിച്ച് അപ്പുറത്തേക്ക് എടുത്ത് കളയാനുള്ള ഒരു ദേഷ്യം വരെ വരും. പക്ഷേ നിങ്ങൾ ചെയ്യാറില്ല. അതങ്ങനെ മനസ്സിൽ വന്നാലും നിങ്ങൾ ആ ദേഷ്യം ഇങ്ങനെ സപ്രസ് ചെയ്ത് നിങ്ങൾ വെക്കും. പിന്നെ നിങ്ങൾ ഡിസിഷൻ എടുക്കുക എപ്പോഴും ഇങ്ങനെ വൈകുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഓവർ തിങ്കിങ് എൻ്റെ പ്രശ്നം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. നന്നായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ മൈൻഡ് ക്ലാരിറ്റി ഉണ്ടാവണം. ഏറ്റവും വലിയ പ്രശ്നം ഓവർ തിങ്കിങ് തന്നെയാണ്. ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലോ അവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നീ എന്ത് പറ്റി, അസൂയ മൂത്തിട്ടായിരിക്കും പറയണം, നീ ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ, നീ അങ്ങ് ഓഞ്ഞു പോയല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ മതി. അത് തന്നെ നിങ്ങൾക്ക് അതെന്താ കണ്ണാടിയിൽ വന്നൊരു 100 പ്രാവശ്യം നോക്കും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് പോയതുപോലെ അല്ലേ, ഇപ്രാവശ്യം എന്താ ഞാൻ ക്ഷീണിച്ചോ, നിറം കുറഞ്ഞോ, മുടി പോയോ, ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ്ങാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചേക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയേക്കാളും ഏറ്റവും നന്നായിട്ടായിരിക്കും ഇപ്രാവശ്യം പോയത്. അപ്പം കണ്ണ് കടിയുള്ളവർക്ക് എന്തേലും പറയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെന്തെങ്കിലും പറഞ്ഞ് നിങ്ങളൊന്ന് വേദനിപ്പിക്കണം. എപ്പോഴും നിങ്ങളെ ചുറ്റിലുള്ള ആൾക്കാർ സന്തോഷിക്കുന്നത് എങ്ങനെയാണോ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് അവർക്കൊന്ന് വേദനിക്കണം. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇപ്പോൾ വരും കേട്ടോ.
പിന്നെ മാത്രമല്ല നിങ്ങളെ കുത്തി 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 അവസാനം എന്താ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെന്ത് ചെയ്യാൻ പോവുകയാണ്, ഇനി നിങ്ങളുടെ അടുത്തൊരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ പോവുകയാണ്. സൊസൈറ്റി തന്നെ നിങ്ങളൊരു ചിലപ്പം നിങ്ങൾ പലരും ഇങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരാകാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ കിട്ടും ആൾക്കാരിൽ നിന്ന്. പിന്നെ സർക്കാർ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് സർക്കാർ ജോലി അതിൻ്റെ അത് ലഭിക്കുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ചാൻസ്, നിങ്ങൾ ഇൻ്റർവ്യൂകൾ പാസ്സാവുക, അങ്ങനെയുള്ള ചാൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. പിന്നെ നിങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ ഇൻകം വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പണം നിങ്ങൾക്ക് പല വഴികളിൽ കൂടി നിങ്ങൾക്ക് പണം വരുവാണ്. അതാണ് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. നിങ്ങൾക്കറിയില്ല ഇങ്ങനൊരു പൈസ എനിക്ക് കിട്ടാനുണ്ടോ. നിങ്ങൾ ചിന്തിക്കില്ല, ചില ആൾക്കാർക്ക് ചിലർ വിസയ്ക്കൊക്കെ പൈസ കൊടുത്തിട്ട് കിട്ടാണ്ടായവർ, ചിട്ടിയൊക്കെ പൈസ കൊടുത്തിരുന്നിട്ട് അവർ തരാതിരിക്കുന്നവർ. അപ്പം അങ്ങനെയൊക്കെ പിന്നെ നിങ്ങൾ തന്നെ കൊടുത്തിട്ട് മറന്നുപോയ പൈസകൾ, അങ്ങനെയുള്ള പൈസകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഈഗോയുടെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ദേഷ്യം കൂടുതലാണ്, അതൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ നല്ലതായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ആ ദേഷ്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റിനും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞൊന്ന് മാറുക എന്നല്ലാതെ വേറെ മാർഗമില്ല. നിങ്ങളെ എന്നുവെച്ചാൽ നിങ്ങളെ നല്ലതായിട്ട് നിങ്ങൾ ആക്കിക്കൊണ്ട് വന്നേക്കുവാണ്. നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ഏറ്റവും നല്ല വേർഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നേക്കുവാണ്. അപ്പം നിങ്ങളെ എങ്ങനെ അതിൽ നിന്ന് തിരിക്കാം എന്ന് പറഞ്ഞാൽ, ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റും നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളപ്പോൾ നിങ്ങളെ ഡൗൺ ആക്കാനും കുറേ ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ചില സമയം വരും. പ്രത്യേകിച്ച് ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഇച്ചിരി ഓവർ കോൺഫിഡൻസ് കൂടുതലാണ്. അവർ വിചാരിക്കും ഞാനിപ്പോൾ അത് ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാതെ വരും. ആ ചെയ്യാൻ കഴിയാതെ വരുന്നത് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ്. അതൊന്ന് കുറച്ചിട്ട് നിങ്ങൾ അവിടെ എന്താണോ നിങ്ങൾക്ക് കുറവുള്ളത് അത് നിങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അനിഴ നക്ഷത്രക്കാരൊക്കെ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് കാമായിട്ട് ഡിസിഷൻ എടുക്കണം. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അനിഴ നക്ഷത്രക്കാരുടെ ആണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. അവർ ശരിക്കും ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, പക്ഷെ അത് പറയുന്നത് ഒരു സോഫ്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കണം. പിന്നെ നമ്മൾ വരാൻ പോകുന്ന തൃക്കേട്ട നക്ഷത്രക്കാരെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സ്പിരിച്വലി ഇപ്പം ഭയങ്കരമായിട്ട് ഗ്രോത്ത് ആവാൻ പോകുന്നു. സ്പിരിച്വൽ എന്ന് വെച്ചാൽ ഇൻഡ്യൂഷൻ പവർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഇൻഡ്യൂഷൻ പവറിലേക്ക് പോവുകയാണ്. പിന്നെ കുറേ ഹിഡൻ ആയിട്ടുള്ള ടാലൻറ്റ് തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട്. അതെല്ലാം ഇപ്പോൾ പുറത്ത് വരുവാണ്. അവരെ ശരിക്കും വലിയ ഒരു ഗ്രോത്തിൻ്റെ ചാൻസാണ് വരാൻ പോകുന്നത്. മാത്രമല്ല യാത്രകൾ ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങളുടെ ടാലൻറ്റ് ബേസ് ചെയ്ത് ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് നിൽക്കുന്നവർ, മോഡലിങ്ങിൽ നിൽക്കുന്നവർ, സിനിമ ഫീൽഡിൽ നിൽക്കുന്നവർ, അങ്ങനെയായിട്ടുള്ള നിങ്ങൾക്ക് യാത്രകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആ യാത്രകളെ നിങ്ങൾ കൊണ്ടെത്തിക്കുന്നതാണെങ്കിലും ഭയങ്കര ഫിനാൻഷ്യൽ ഗ്രോത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വീട്, കാറ്, പിന്നെ നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹിച്ച കുറേ സ്ഥലങ്ങൾ, അതെല്ലാം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുവാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റപ്പെടൽ ഫീലിംഗ് ഉണ്ട്. അത് നിങ്ങൾ എടുത്ത് നിങ്ങളെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യൂണിവേഴ്സ് നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾ പിന്നെ എന്തിനാണ് ഒറ്റയ്ക്കാവുന്നത്? പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വളരെ കൂടുതലാണ്. എന്ത് കാര്യത്തിലും കൺഫ്യൂഷൻ. ഇത് ശരിയാവും, ഇത് ഞാനങ്ങോട്ട് ചെയ്താൽ എനിക്കിതങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറവ്. നിങ്ങളത് മാറ്റിക്കും. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ പറ്റിയത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയായത്. പിന്നെ നിങ്ങൾ ശരിയായ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ഡിസിഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേറൊരു പ്രശ്നമുള്ള എന്താ, നിങ്ങൾ ആളുകൾ തെറ്റായിട്ട് മനസ്സിലാക്കും. നിങ്ങൾ വിചാരിക്കും ഭയങ്കര നല്ലവരായിരിക്കും. നിങ്ങളോട് 1-2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം അയ്യോ മക്കളെ വാവേ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അയ്യോ അവരെക്കാട്ടിലും നല്ലവർ വേറെ ആളില്ല, അവർ ഭയങ്കര നല്ല ആൾക്കാരാണെന്ന്. പക്ഷേ ഒരു ആൾക്കാരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയതല്ല. കാരണം എന്ന് വെച്ചാൽ ഏത് സൈഡിൽ കൂടെയാണ് നിങ്ങൾക്ക് പണി എന്നിട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഒരാവശ്യമില്ല നിങ്ങളിന്ന് പൈസ പോകുന്ന ഒരു സമയമാണ് ഇപ്പം നടക്കുന്നത്. ഒരു അൺനെസസറി എക്സ്പെൻസ് ഒരാവശ്യം ഉണ്ടാവത്തില്ല.
പെട്ടെന്ന് വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതാവുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. വണ്ടി എന്തെങ്കിലും വാഹനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതിന് ഒന്നുകിൽ ഒരു ടയർ പഞ്ചർ, അല്ലെങ്കിൽ ബ്രേക്കിന് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം, ക്ലച്ച് പോയി, അത് ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ പൈസ പോവുക. അല്ലെങ്കിൽ വീടിന് ഒരു കാര്യമില്ലാതെ വീട്ടിലെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കംപ്ലൈൻ്റ് ആയി അൺനെസസറി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ മെഡിറ്റേഷനിൽ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യും. 10 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതി. ആ 10 മിനിറ്റ് നിങ്ങൾ നന്നായിട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആ ഇൻറ്റ്യൂഷൻ പറയുന്നത് അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട്, ഓക്കെ നിന്നെ ഞാൻ ഏറ്റവും ഉയർത്തിക്കൊണ്ടെത്തിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിൽ പറയും, ഓ എനിക്ക് അതിനൊന്നുള്ള കഴിവൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ആവത്തൊന്നുമില്ല. അത് നിങ്ങൾ ഓൾറെഡി മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് അതൊന്നും പറ്റത്തില്ല. പക്ഷേ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന്. പക്ഷേ നിങ്ങളത് കേൾക്ക്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യും കേട്ടോ. പിന്നെ വേറൊരു കാര്യമുള്ള മണി മാനേജ്മെൻറ്റ്. നിങ്ങളിപ്പോൾ എത്ര മണി മാനേജ്മെൻറ്റ് ചെയ്താലും കയ്യിൽ കാശ് നിൽക്കാത്ത സമയമാണ്. 10 രൂപ വന്നാൽ 50 രൂപയുടെ ചിലവാണ്. നിങ്ങൾ പോലും അറിയാതെയാണ് ഇത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മണി മാനേജ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ചിലവുകളൊക്കെ ഒന്ന് അത്യാവശ്യം കുറയ്ക്കാം. നിങ്ങളിപ്പോൾ വീട്ടിലായാലും ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ഒരു മാസത്തേക്ക് നിങ്ങൾക്കിപ്പോൾ 10 കിലോ അരിയുടെ ആവശ്യമുള്ളൂ. പക്ഷേ വീട്ടുകാർ 20 കിലോ വാങ്ങിച്ച് വെക്കണമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ പിന്നെ അവിടെ നോ പറയില്ല. നിങ്ങൾ പറയും, ഓക്കെ 20 കിലോ അരി വേണമെങ്കിൽ ആ 20 കിലോയുടെ പൈസ നിങ്ങൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ്. അത് അടുത്ത മാസമായാലും നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷെ അവിടെ അങ്ങനെ നിങ്ങൾ മണി കറക്റ്റായിട്ട് മാനേജ്മെൻറ്റ് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ മാസത്തെ വേറെ എന്തെങ്കിലും ഒരു കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ഭയങ്കര ഗ്രോത്താണ്. ഗ്രോത്തും ചലഞ്ചസും രണ്ടും കൂടെ മിക്സായി വരുവാണ്. കാരണം നിങ്ങൾക്ക് അത്ര വലിയ മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ കരിയർ സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര കരിയർ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ പേഴ്സണലി ഗ്രോത്ത് ആവാൻ പോകുന്നു, ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് ആവാൻ പോകുന്നു. ഭയങ്കര വലിയ വലിയ ന്യൂസുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ന്യൂസുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇത് കാരണം തന്നെ, നിങ്ങളുടെ വളർച്ച കാരണം തന്നെ നിങ്ങൾക്കും സ്ട്രെസ് ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് കുറച്ച് ഓവർ സ്ട്രെസ്സിലൂടെയാണ് നിങ്ങൾ ഈ ചലഞ്ചസ് ബ്രേക്ക് ചെയ്താണ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേയൊക്കെ നിങ്ങളുടെ അടുത്തുള്ള അസൂയയും കുശുമ്പും ഒക്കെ കാരണം തന്നെയാണ് ബന്ധുക്കളുടെ ഇടയിൽ നിന്നൊക്കെ ചെറിയ ഇച്ചിരി ഒരകൽച്ചയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഇമോഷണലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ വൃശ്ചിക രാശിയിലുള്ള നിങ്ങൾ വിശാഖാനിഴം തൃക്കേട്ട ഈ 3 നാളുകാർ നിങ്ങൾ ചെയ്യാനുള്ള ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. പിന്നെ നിങ്ങളിൽ കുറേ ശിവഭക്തരുണ്ട്, നിങ്ങൾ ശിവനാമം ജപിച്ചാലും മതി. നിങ്ങൾ ഈ ശിവപഞ്ചാക്ഷരി നാമം ഓം നമഃ ശിവായ പറഞ്ഞാലും മതി. നിങ്ങൾക്ക് അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങളെ നെഗറ്റീവ് തോട്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. പിന്നെ കുറച്ചുകൂടി ക്ഷമയോടുകൂടി കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾക്ക് ഈ തിങ്കളാഴ്ച ദിവസം ഭയങ്കര പവർഫുള്ളായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ 3 നക്ഷത്രക്കാർക്ക് കൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ മെഡിറ്റേഷൻ കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ എന്തൊക്കെ ചെയ്യണമെന്ന് തലേ ദിവസം നിങ്ങളിങ്ങനെ വിചാരിക്കുമല്ലോ, നാളെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ ചത്ത് കുഴിയിലേക്ക് പോകുന്ന അത്രയും ഒരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയും. പക്ഷെ നിങ്ങൾ അതിലൊന്നുമല്ല. നിങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം. നിങ്ങൾ വരാൻ പോകുന്ന നല്ല സമയത്ത് നിങ്ങൾ ഈ കാശ് എങ്ങനെ നിങ്ങൾ ഇങ്ങനെ മാനേജ് ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാം പഠിപ്പിച്ചതാണ്. ഇത്രയും നാൾ നിങ്ങൾക്കൊരു പാഠമായിരുന്നു നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് കാമായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇത്രയും സ്ട്രെസ് നിങ്ങൾക്ക് തന്നത്. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ വലിയ സക്സസ് ആണ്. നിങ്ങൾ ഇതിൽ പലരും വന്ന് എന്നോട് പറയും, ഞാൻ പറഞ്ഞത് ശരിയാണ്, ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം കറക്റ്റ് നിങ്ങൾ നോക്കൂ. ഈ വരുന്ന ഏപ്രിൽ 27-ാം തീയതിക്കുള്ളിൽ കുറച്ച് പേർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. പിന്നെ വരുന്നത് നിങ്ങൾ ജൂൺ 7-നുള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം റീസണേറ്റ് ആയെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവർക്കും നന്ദി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു.